ഹലോ, ഇന്ന് ജോക്കുവിന്റെ 10th ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയുള്ളൂ. അപ്പോൾ ഈ ഗിഫ്റ്റുകളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തതാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോക്കുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ J4JDയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജോക്ക് ഇവിടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്നത് എല്ലാവരും ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പൊ രാത്രി ഒരുപാട് ലേറ്റ് ആയി. എന്നാലും ജോക്കിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മളിത് ഇപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഓപ്പൺ ചെയ്യാത്ത ജോക്കോ ഓക്കെ ആണോ? ആൾട്ടി ഓപ്പൺ ചെയ്യാം നമുക്ക്. ജോക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണേ. ഈ ഒരു ഗിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വിശ്വസൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ജോക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് കേട്ടോ. നല്ല ക്യൂട്ട് ബോക്സ് അല്ലേ? അപ്പൊ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ജോക്ക് തന്നെ ഓപ്പൺ ചെയ്യും കേട്ടോ. എല്ലാ ഗിഫ്റ്റും ഓപ്പൺ ചെയ്ത് നോക്കി അതിനകത്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് കിടന്നാൽ മതി എന്നുള്ള ജോക്കുവിൻ്റെ ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താട്ടോ രാത്രി 12 മണിയായിട്ടും നമ്മൾ ഈ ഗിഫ്റ്റ് ഓപ്പണിങ്ങിന് നിൽക്കുന്നത്. കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷ എന്തായാലും അവർക്കുണ്ടാവും. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ വലിയവർക്കായാലും ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എന്നാൽ അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഈ നേരം വൈകുന്ന നേരത്തായാലും ഗിഫ്റ്റ് ഓപ്പണിങ്ങിന് നിൽക്കുന്നത്. അപ്പോൾ അതേ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ഗിഫ്റ്റിൻ്റെ അകത്ത് നല്ല അടിപൊളി ഒരു വാച്ചായിരുന്നു. കാസിയോ ബ്രാൻഡിൻ്റെ വാച്ചാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ജോക്കുനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജോക്കുനും ഓൾറെഡി ഒരു വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ജോക്കു ഈ വാച്ച് കണ്ടപ്പോൾ പറഞ്ഞത് 2 കൈമ ഓരോ വാച്ച് കെട്ടിയിട്ട് ഒരു വാച്ചിൽ ഇന്ത്യൻ ടൈമും ഒരു വാച്ചിൽ ഖത്തർ ടൈമും വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ആൾ നിൽക്കുന്നുണ്ടായിരുന്നത്. ഗിഫ്റ്റുകളൊക്കെ ജോക്കുന് കിട്ടി. അവൻ ഓപ്പൺ ചെയ്യണം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മാളൂട്ടിക്ക് അതൊക്കെ അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി ഒരു ഗിഫ്റ്റ് ജോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗിഫ്റ്റ് മാളൂട്ടി ഓപ്പൺ ചെയ്യും. അപ്പോൾ 2 പേർക്കും സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അടുത്ത ഗിഫ്റ്റ് മാളൂട്ടി ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അതിനകത്ത് ടവർ ബ്രിഡ്ജ് പസിൽ എന്ന് പറഞ്ഞിട്ട് 1500 പീസസിൻ്റെ ഒരു പസിൽ ബോക്സ് ആയിരുന്നു അത്. അപ്പോൾ അതിൽ 1500 പീസസ് ഉണ്ട്. ആ പീസസ് നമ്മൾ കറക്റ്റായ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഈ ഒരു ടവർ ബ്രിഡ്ജ് നമുക്ക് കിട്ടും കേട്ടോ. ഇത്തരം പസിൽസ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ജോക്കുനും മാൾട്ടിയും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജോക്കുവിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് അല്ലെങ്കിൽ ഓൾ ടൈം ഫേവറേറ്റ് ഗിഫ്റ്റാണ് എയ്റോപ്ലെയിൻ. ജോക്കുവിന് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെ അവന് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും റിപ്പീറ്റായിട്ട് വാങ്ങുന്നൊരു ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് എയ്റോപ്ലെയിനാണ്. അത്രയും ക്രേസാണ് ജോക്കുവിന്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഓരോ ഗിഫ്റ്റുകളായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തത് മാളൂട്ടിയുടെ ടൈമാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഗിഫ്റ്റ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു ഷോക്കേസ് ഐറ്റമാണ് കേട്ടോ. ഒരു ഹോഴ്സിൻ്റെ ആണത്. അപ്പോൾ അതുമ്പോൾ ഒരു ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ടോയ് അല്ല, ഒരു ഷോക്കേസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം വെയിറ്റുള്ള പിന്നെ കുറേ സ്റ്റോൺസും ചെയിനൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഹോഴ്സിൻ്റെ ഷോക്കേഴ്സ് ഐറ്റം ആയിരുന്നു കേട്ടോ അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം. എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ. പിന്നെ നമ്മൾ ഓരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ജോക്കും ആളും ഒരുമിച്ച് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഗിഫ്റ്റായിരുന്നു. അതിനകത്ത് ഓഫ് റോഡ് യൂസ് ചെയ്യുന്ന 4 വീലർ വണ്ടിയുടെ ഒരു ടോയ് ആയിരുന്നു. റിമോട്ടിൽ നമുക്കത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സൈസുള്ള ടോയ് തന്നെയായിരുന്നു കേട്ടോ അത്. പിന്നെ അതിനകത്ത് റിമോട്ട് ഉണ്ടായിരുന്നു. അതിന് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് ആയിരുന്നു അതിൻ്റെ കളറ്. പിന്നെ ആൺപിള്ളേർക്ക് പിന്നെ ഇത്തരം ടോയ്കളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് വണ്ടികളോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ കൂടുതലാണെന്നാണ്. അപ്പോൾ ജോക്കുന് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് ഒരു ഓഫ് റോഡ് യൂസ് ചെയ്യുന്ന 4 വീലർ ടൈപ്പ് ടോയ് തന്നെയായിരുന്നു. നേരത്തെ കണ്ട ടോയുടെ അതേ മോഡൽ തന്നെയാണ്. പക്ഷേ കളറിലും സൈസിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതും റിമോട്ടിൽ യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ടോയ് തന്നെയായിരുന്നു. അപ്പോൾ ജോക്കുവിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിട്ടാണ്. ഈ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയത്. കാരണം അതിങ്ങനെ ഗോൾഡൻ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ഇത് എന്തായിരിക്കും എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു ഐഡിയയും ഇല്ല കേട്ടോ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ കുറേ സമയം എടുത്തിട്ടാണ് അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. കുറേ നേരം ഞാൻ നോക്കി, പിന്നെ മാൾട്ടി നോക്കി, ജോക്ക് നോക്കി, പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് നോക്കി. എത്ര നോക്കിയിട്ടും അതിൻ്റെ ആ സ്റ്റിക്കർ അങ്ങോട്ട് റിമൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല.
എന്താ കാര്യമെന്ന് ഞങ്ങൾക്കും അറിയണില്ല. എത്ര അത് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ടും കുറേ സമയം എടുത്തിട്ടാണ് അത് ഓപ്പൺ ആയി കിട്ടിയത്. അപ്പോൾ ഈ ഓപ്പൺ ചെയ്യാനുള്ള ടൈം കൂടുന്തോറും നമ്മുടെ എക്സൈറ്റ്മെൻറ്റും കൂടിക്കൊണ്ടിരിക്കില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ട് ഇതേ അത് ഓപ്പൺ ചെയ്തു കേട്ടോ. ഫൈനലി ഇതാ ഈ ഒരു ഐറ്റാണ് കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ഒരു ബോക്സ് ആയിരുന്നു. ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ, കാഡ്ബറീസിൻ്റെ നല്ല അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ആ ബോക്സിൻ്റെ കളറും അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സ് ചോക്ലേറ്റ് മാളൂട്ടിക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരാൾ കൊടുത്തതാണ് കേട്ടോ, മാളൂട്ടിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ്. അങ്ങനെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റ്. ഇതെന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് വൗച്ചർ കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ളത് പോയി ഷോപ്പ് ചെയ്യാം കേട്ടോ. ഇത് ലുലുവിൻ്റെ ഗിഫ്റ്റ് വൗച്ചറായിരുന്നു. എനിക്കിതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയിട്ട് നമുക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഇത്തരം മെത്തേഡൊക്കെ യൂസ് ചെയ്യാമെന്ന് എനിക്കും തോന്നി. നേരെ നോക്കി പറയാം. പിന്നെ മാൾട്ടിക്കോ ചോക്ലേറ്റ് ഒക്കെ തുറന്നു നോക്കിയാ? ആ പറയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടാ? പിന്നെ എന്താ പറയാളെ, ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? അപ്പൊ അതെ നമ്മൾ ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോ നേരെ ഒരുപാടായി. ഞങ്ങളിവിടെ രാത്രി 12 മണിക്ക് കഴിഞ്ഞു ഇവിടത്തെ സമയം. അപ്പോൾ ഞങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ വീഡിയോയിലെ പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു.